SDPIയെ ആ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാനുള്ള എന്തോ ആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ്. SDPIക്ക് ഭീകരബന്ധമോ? നമ്മള് ED പറയുന്ന വാക്കുകൾ നമ്മൾ പിന്നെ മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്യാൻ കഴിയില്ല. EDയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി പോലും വിമർശിക്കപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ്. എന്നിട്ട് നമുക്കറിയാം അത് കൃത്യമായി RSSന്റെ ചെപ്പടിക്ക് വിധേയമാകുന്ന, RSS നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ പക്ഷേ അതിൽ നമുക്ക് പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് വിഷമമുണ്ട്. കാരണം നമ്മുടെയും കൂടി നികുതിപ്പണം എടുത്തുകൊണ്ടാണ് ED സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സുതാര്യമാകണം. അല്ലാതെ ഒരു പൗരനെ പിടിച്ച് പിന്നെ ജയിലിലിടുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി പോലും പറയുന്ന ഒരു ED പറഞ്ഞ എന്തോ ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് പറയുകയാണ്. അങ്ങനെ എന്തോ ഒരു നോട്ടീസാണോ? ഇപ്പോൾ PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അത് PFI ഓഫീസിൽ നടത്തിയ, ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ റെയ്ഡിൽ ED പിടിച്ചെടുക്കുന്നു. അവിടെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യം എന്താണ് കൺസെപ്ച്വൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്ന ആ ഒരു ഡോക്യുമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ ഈ പാർട്ടി എന്ന് പറയുന്നത് SDPI അല്ലാതെ മറ്റാരാണ്? അതിൽ തന്നെ വി അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫൻസ്, ഫിസിക്കൽ, അജിറ്റേഷണൽ, ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ എന്ന് പറയുന്നുണ്ട്. ജിഹാദിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ. നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഓക്കെ, പാർട്ടിനെ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് SDPI പാർട്ടി PFIക്ക് ഏതാണ് ഉണ്ടായിരുന്നത്? ഇല്ല, PFIക്ക് പാർട്ടി SDPI ആണെന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കാൻ കഴിയും? അതിനകത്ത് പാർട്ടി എന്നാണ്, പ്രത്യേകിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല SDPI എന്നുള്ളത്. അല്ലല്ല, അത് അതിനുശേഷം EDയുടെ കണ്ടെത്തൽ അങ്ങനെയാണ്. ED അതിനുശേഷം പറയുന്നുണ്ട് SDPI ആണ്. PFI അല്ലേ SDPI രൂപീകരിച്ചത്? പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ED പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ED പറഞ്ഞാൽ പോലും, ഇനിയിപ്പോ SDPI എന്ന് മെൻഷൻ പറഞ്ഞാൽ പോലും ചെയ്താൽ പോലും നമുക്കറിയാം ED ഇത് കണ്ടെത്തണമെങ്കിൽ കോടതി വേണം. കോടതി അത് അംഗീകരിച്ചാൽ പോലും പിന്നീട് ഇത് ഇലക്ഷൻ കമ്മീഷനിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഇമ്മ്യൂണിറ്റി മാത്രമാണ്, അതിന്റെ ബേസിലാണ് SDPI ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഫണ്ടിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റമദാൻ കളക്ഷന്റെ പേരിൽ വന്നിരിക്കുന്ന പണം, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഫണ്ട് വരുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അത് എത്ര നാൾ പറ്റും? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? യുവരാജ്, ED പറയുന്നത് അതേപടി വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. അല്ല, അതിനകത്തിപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് സുപ്രീം കോടതി ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് EDയെ വിമർശിച്ചു എന്നാണ്. മഞ്ജുഷ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതി എത്രയോ കേസുകളിൽ കേരള പോലീസിനെ വിമർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പോലീസും കോടതികളും അതേപോലെ തന്നെ അന്വേഷണ ഏജൻസികളും കോടതികളും ആവുമ്പോൾ ചില കേസുകളിൽ അഭിനന്ദിക്കും, ചില കേസുകളിൽ കുറച്ചുകൂടെ വേഗത വേണമെന്ന് പറയും. ഈ പറയുന്ന മനീഷ് സിസോഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസിനകത്ത് ഒരു സ്പീഡി ട്രയലിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള രീതിയിലാണ് അതിലേക്ക് ഞാൻ വരാം. മഞ്ജുഷ, അതിലേക്ക് വരാം. ഇവരുടെ ഈ പോയിന്റിനകത്ത് C എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവരുടെ ആ ഡോക്യുമെന്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഫർദർ there are several copies of minutes of meetings and handwritten documents revealing evidence of PFI funding elections contested by SDPI, approval by the National Executive Council of PFI for SDPI to collect funds in Gulf countries. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Is it convenient and comfortable for you? അതന്നെ. Agreed? വളരെ വ്യക്തമായിട്ട് SDPI എന്ന് തന്നെയല്ലേ ഇതിനകത്ത് അവരുടെ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ പാർട്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ, SDPI എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പിടിച്ചെടുത്ത രേഖയുണ്ടല്ലോ, PFIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ ഈ PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ ആ രണ്ടാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അവിടെ പാർട്ടി ആൻഡ് ഫണ്ടൽ ഓർഗനൈസേഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ SDPI എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ അവിടെ പാർട്ടി എന്ന് പറയുന്ന SDPI ആണെന്ന് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും. അല്ല, അത് പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ്, ഒരു കറുത്ത ജീവി എന്ന് പറഞ്ഞു, ആന എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഇനി ED SDPI മെൻഷൻ ചെയ്താൽ പോലും, ED മെൻഷൻ ചെയ്തിട്ടുണ്ട്. ED മെൻഷൻ ചെയ്താൽ പോലും അത് ED ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് ED പിന്നെ അത് കോടതി കൊടുക്കും, നമ്മൾ തെളിയിക്കട്ടെ. അത്
STP അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഞങ്ങളത് നമ്മളിവിടെ ചർച്ച പ്രശ്നമില്ല. അല്ല ശ്രീ പക്ഷേ അൻസാരി, തെളിയിക്കണം. നമ്മളിവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഇഡിയുടെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇഡി ആണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇഡി അല്ലാണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് സ്വയം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അംഗീകരിച്ചാൽ മതി. പക്ഷേ ഇഡിയുടെ ഒരു വിഷയം പറയാം. 5297 പിന്നെ കേസുകളാണ് ഈ 10 വർഷത്തിനുള്ളിൽ ഇഡി രജിസ്റ്റർ ചെയ്തത്. അതിൽ വെറും 40 കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടുള്ളത്. ബാക്കിയെല്ലാം തള്ളിക്കളഞ്ഞു, കോടതി തള്ളിക്കളഞ്ഞതാണ്. അതിനൊന്നും ഇല്ലേ? ഒരു പ്രത്യേക ജീവിതല്ലേ ഈ ഇഡിയെ, അതായത് ഇത്രയും പിന്നെ രാഷ്ട്രീയ പകപോക്കലോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇഡി, ആ ഇഡി STP എന്ന് പറയുന്ന തീർത്തും RSSനും BJPക്കും എതിരായി അല്ലെങ്കിൽ ഈ രാജ്യത്തെ പിന്നെ ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് STP. ഈ രാജ്യത്തെ പിന്നെ ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് STP. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ആ STPക്കെതിരെ സ്വാഭാവികമായിട്ടും ED പോലുള്ള അന്വേഷണ ഏജൻസികൾ കൊടുക്കുന്ന വാറോല, അന്വേഷണ ഏജൻസി എന്നു മുതലാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ഇവിടെ വിഷയം മണി ലോണ്ടറിംഗ് അല്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം. ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അത് PFIയുമായി കണക്റ്റഡ് ആയിരിക്കുന്നുവെന്നും PFI ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി SDPIക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നതും എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ കേസ് മണി ലോണ്ടറിംഗിലേക്ക് മാത്രം കൊണ്ടുപോയി ഒതുക്കിയിട്ട് അത് ED അങ്ങനെയാണ് ED ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഊരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ വിഷയം എന്ന് പറയുന്നത് മണി ലോണ്ടറിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തോ അല്ല സോഴ്സ് കാണിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പോകാമായിരിക്കും. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇലക്ഷന് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും അതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നും 2-3 തന്നെയാണ് എന്നുമുള്ള ആരോപണമാണ് മണി ട്രയൽ വഴിയിട്ട് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. സർ, ഇവിടെ അതാണ് ആരോപണം, ഇവിടെ അതാണ് വിഷയം. ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മകേഷ് ഏട്ടാ. ഇന്ന് തന്നെ മലപ്പുറത്ത് റെയ്ഡ് നടന്നു. അവിടുന്ന് പിടിച്ചെടുത്ത എന്താ? ഞങ്ങൾ IT കൊടുത്ത കണക്കുകൾ, രസീത് ബുക്കുകളാണ് 50 എണ്ണം പിടിച്ചുകൊണ്ട് പോയത്. അവിടുന്ന് ഞങ്ങളുടെ കൊടി പിടിച്ചുകൊണ്ടുപോയി, ജനപ്രതിനിധികളുടെ ഡീറ്റെയിൽ പിടിച്ചുകൊണ്ടുപോയി, ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷന് ഇറക്കിയ മാനിഫെസ്റ്റോ പിടിച്ചുകൊണ്ടുപോയി, അവിടുത്തെ ഓഫീസിലെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ഇപ്പം BJPയുടെ ഓഫീസിലോ അല്ലെങ്കിൽ CPMന്റെ ഓഫീസിലോ കോൺഗ്രസിന്റെ ഓഫീസിലോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വന്ന് റെയ്ഡ് നടത്തിയാൽ കിട്ടാവുന്നതിനപ്പുറത്തേക്കൊന്നും SDPയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്ത് പിന്നെ ഓഫീസിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും അവിടെയും ഒന്നും നേടിയെടുക്കാൻ, കാരണം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു ഭീകര പ്രവർത്തനമാണ്, അങ്ങനെ ഒന്നും ഈ SDPയുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ നിലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതിൻ്റെതായ രേഖകൾ, ഞങ്ങൾ ജനങ്ങളുമായി സംവദിച്ച ലഘുലേഖകളാണ് ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. സുഹൃത്തെ, താങ്കളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്, അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയെന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും ആരോപണമായിട്ട് പറഞ്ഞില്ലല്ലോ. മണി ട്രയൽ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് 2ഉം ഒന്നാണ് എന്നുള്ള തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നുമാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരിടത്ത് ഒരു വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മറുതലയ്ക്കിലും സെർച്ച് നടക്കുക, റെയ്ഡ് നടക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായ പ്രോസസ്സാണ്. അവർ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, അത് കഴിയട്ടെ. സീനക്കേനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥ. ഇനി പിക്ചർ ബാക്കി ഹേ. ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.